പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അതേസമയം FCRA ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ പാസാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ബില്ല് ചർച്ചയിൽ അമിത്ഷാ പങ്കെടുക്കും. വിവരങ്ങളുമായി ആന്റണി ജോർജ് ചേരുന്നു. ആന്റണി, എന്തായാലും ഇന്ന് അമിത്ഷാ പങ്കെടുക്കുമെന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം അമിത്ഷാ പ്രതിപക്ഷത്തിന് മറുപടി നൽകുമോ? വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആവശ്യപ്പെടുന്നത് അമിത്ഷാ പാർലമെന്റിൽ വരണം, ഈ CJPയുടെ സമരത്തിന്, ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസിന്റെ അതിക്രമത്തിൽ പാർലമെന്റിൽ മറുപടി പറയണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേ ഈ ആവശ്യം ഏതായാലും അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. അതായത് CJP സമരത്തിനിടെ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ ഈ നടപടി അതിൽ മറുപടി പറയുന്ന കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനം ഇല്ല എന്നുള്ളത് തന്നെയാണ്. അക്കാര്യത്തിൽ ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനം നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം BJP എടുത്തിട്ടുണ്ട്. ഏതായാലും അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ഏതായാലും ആ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് 14ാം ദിനമാണ് വർഷകാല സമ്മേളനത്തിന്റെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കും പാർലമെന്റിൽ ഇന്നും കാണാൻ വേണ്ടി കഴിയുക. സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകും. ഇരുസഭകളും സാധാരണ നിലയിൽ പോലെ സ്തംഭിക്കുകയും ചെയ്യും. അതിനിടയിൽ ചർച്ചകൾ കൂടാതെ ബില്ലുകളും പാസാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്ന പോലെ വന്ദേമാതരത്തെ അനാദരിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബില്ല്, ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് അടക്കം വിവിധ ബില്ലുകൾ ചർച്ചയില്ലാതെ ലോക്സഭയും രാജ്യസഭയും പാസാക്കി. ധനവിനിയോഗ ബില്ല് അടക്കം പാസാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ ഈ സമ്മേളനത്തിന്റെ അജണ്ടയിലുള്ള പ്രധാനപ്പെട്ട ഒരു ബില്ല് FCRA നിയമ ഭേദഗതി ബില്ല് തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ ബില്ല് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ കേരളത്തിലേക്കടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവ സഭകളടക്കം വലിയ വിമർശനം ഉന്നയിച്ചതോടുകൂടിയാണ് അന്ന് ബില്ല് അവതരിപ്പിച്ചെങ്കിലും തുടർ നടപടികൾ നിർത്തി വെച്ചത്. ഏതായാലും ബില്ലിൽ ഈ സമ്മേളന കാലത്ത് വീണ്ടും പരിഗണിക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ബില്ല് ഏതായാലും ലോക്സഭയുടെ പാർലമെന്റിന്റെ അജണ്ടയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ സമ്മേളന കാലയളവിൽ തന്നെ ആ ബില്ല് പാസ്സാക്കാൻ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നീക്കം. പ്രതിപക്ഷം സഹകരിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ചർച്ച നടന്നാൽ, അതിൽ പ്രതിപക്ഷം സഹകരിച്ച ഒരു ചർച്ച അതിലേക്ക് നടന്നാൽ അമിത്ഷായാണ് അതിൽ മറുപടി പറയേണ്ടത്. അമിത്ഷാ മറുപടി പറയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായും ഈ CJPയുടെ അടക്കം സമരത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിലടക്കം അമിത്ഷായുടെ മറുപടി ആ ഘട്ടത്തിലും പ്രതിപക്ഷം ആവശ്യപ്പെടും. പക്ഷേ അമിത്ഷാ അതിൽ മറുപടി പറയുമോ എന്നുള്ള കാര്യം സംശയമാണ്. പക്ഷേ ഈ FCRA ബില്ലിൻ്റെ ചർച്ച നടക്കുകയാണെങ്കിൽ അമിത്ഷാ അതിൽ പങ്കെടുക്കുക, സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും പ്രതിപക്ഷം ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യത്തിൽ. അതായത് വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ അമിത്ഷാ മറുപടി പറഞ്ഞേ മതിയാകൂ, അതിനപ്പുറത്തേക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അയോധ്യ സംഭാവന കൊള്ള വിഷയം ഉയർത്തി ശക്തമായി തന്നെ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട്. പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധം ഉണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ MP-മാരുടെ ഒരു മാർച്ചൊക്കെ പാർലമെന്റിന് പുറത്ത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇന്നും വലിയ പ്രതിഷേധം പാർലമെന്റിന് പുറത്തുമുണ്ടാകും. ലോക്സഭയിലും രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ചെയ്യും. ഏതായാലും ആ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ തന്നെയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ തന്നെ മുദ്രാവാക്യം വിളികളുമായി അതുപോലെ തന്നെ പ്ലക്കാർഡുകളും ഉയർത്തിയുള്ള പ്രതിഷേധവും പ്രതിപക്ഷം തുടരും. ഏതായാലും ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം തുടരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വർഷകാല സമ്മേളനം ഈ 14ാം ദിനത്തിലേക്ക് എത്തുകയാണ്. അതേസമയം വീണ്ടും ഈ മണ്ഡല പുനർനിർണയ ബില്ല് അത് പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേക സമ്മേളനം വിളിക്കാൻ വേണ്ടി പോകുന്നു, അത് ആലോചനയിലുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇന്നലെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ സഹകരണമടക്കം തേടുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിക്കാനുള്ള ഉദ്ദേശമില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ച് ഈ ബില്ല് പാസ്സാക്കുന്ന കാര്യം ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യം കേന്ദ്ര വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്തായാലും അമിത്ഷാ ഇന്ന് ചേരുമെന്നാണ്, അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്ന വിവരം. എന്തായാലും ഇന്നത്തെ സഭയ്ക്ക് ശേഷമായിരിക്കും അമിത്ഷാ മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തതയുണ്ടാവും. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ആന്റണി ജോർജ്.
കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക നേതൃയോഗം ഇന്ന് അവസാനിക്കും. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയുടെ ഛത്രപതി സംഭാജി നഗറിലെ വസതിയിലാണ് യോഗം. യോഗത്തിന് ശേഷം CJPയുടെ ഭാവി പരിപാടികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചേക്കും. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കില്ല എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഭിജിത്ത് ദീപ്കെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇന്നാണ് നേതൃയോഗം അവസാനിക്കുക. എന്തൊക്കെയാവും ഈ ഒരു നേതൃയോഗത്തിൽ ചർച്ചയാകുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിനുമ്പോൾ 2 ദിവസം നീണ്ടുന്ന CJPയുടെ നേതൃയോഗത്തിന് ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ്. അതിൽ തന്നെ ഇന്ന് അവസാനിക്കുമ്പോൾ ഭാവി പരിപാടികളും ഈ CJPയുടെ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CJP വക്താക്കൾ അറിയിച്ചിട്ടുള്ളത്. തുടർ സമരങ്ങൾ ഇനി എല്ലാമാണ്, അല്ലെങ്കിൽ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പരീക്ഷാ ക്രമക്കേടിലേക്ക് കടക്കുക എന്നത് ഇന്ന് വൈകിട്ടോടെ CJP വക്താക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ തങ്ങളില്ലെന്നും ഒരു സമ്മർദ്ദ ശക്തിയായി തങ്ങൾ മാറാനാണ് തങ്ങൾക്ക് ആഗ്രഹമെന്നായിരുന്നു ഈ CJP സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടി ഏറെ ഉറ്റുനോക്കിയാണ് ഇനി CJP എന്ന യുവജനരോഷത്തിന്റെ അടുത്ത തുടർ നീക്കം എന്താകും എന്നതാണ്. 30 ദിവസം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം ചെയ്ത് ഒരു കേന്ദ്രമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടു. ഇതിനെല്ലാം നട്ടെല്ലായ CJP എന്ന യുവജന ഒരു സംഘടന എന്ന് പറയാം. ആ സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങളിൽ ഭാവി പരിപാടി എന്തായിരിക്കും എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. തങ്ങൾ ഒരു ജനകീയ പ്രശ്നങ്ങളിലേക്കും കടക്കും. വിദ്യാഭ്യാസം മാത്രം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമരങ്ങളിലേക്ക് മാത്രമല്ലാതെ ജനകീയ പ്രശ്നങ്ങളും തങ്ങൾ ഏറ്റെടുക്കും, അതിലേക്ക് കടക്കുമെന്നുകൂടി ഈ വക്താക്കൾ പറയുന്നു. ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഈ സമരത്തിൽ തങ്ങൾ പങ്കാളിയാകുമെന്നുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഡൽഹിയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ CJP വക്താക്കളുടെ വീടുകളിലേക്ക് ചില യൂട്യൂബർമാർ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൽ തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ അതിൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ഈ CJPയുടെ യോഗം, അല്ലെങ്കിൽ CJPയുടെ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിലെല്ലാം തുടർ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് ധാരണയായിട്ടുണ്ടെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഒരു വിവരം. എന്നാലും സമരം വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ഒതുങ്ങില്ല, ജനകീയ വിഷയങ്ങളിലേക്കും കടക്കും എന്നതാണ് CJPയുടെ ഒരു ഔദ്യോഗികമായി പുറത്തു വരുന്ന ഒരു കാര്യം. യുവാക്കളെ നേരിൽ കണ്ട് സംവദിക്കാനുള്ള ഈ ഇന്ത്യ ഫുള്ള് പര്യടനം നടത്തുന്നതിൻ്റെ ഡേറ്റ് അടക്കമുള്ള തീയതി അടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും എന്നതാണ് CJP നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 30 ദിവസം നീണ്ട ജന്തർ മന്ദറിലെ സമരത്തിന് ശേഷം ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു നിർണായക നേതൃയോഗം ചേരുമ്പോൾ ഇനി ഈ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഈ സംഘടനയുടെ അടുത്ത തുടർ നീക്കം, അല്ലെങ്കിൽ ഭാവി പരിപാടി എന്തായിരിക്കും എന്നാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. വൈകിട്ടോടെ ആയിരിക്കും തങ്ങളുടെ ഭാവി പരിപാടികളും, അല്ലെങ്കിൽ മറ്റു ജനകീയ വിഷയങ്ങളിലേക്ക് കടക്കുന്നുണ്ടോ എന്നതിലേക്ക് ഒരു സ്ഥിരീകരണം വരിക. എന്തായാലും വൈകിട്ടോടെ ആയിരിക്കും ഒരു വാർത്താ സമ്മേളനത്തോടെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നിർണായക യോഗം ഇന്ന് അവസാനിക്കുകയാണ്. CJPയുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ് എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും വാർത്താ സമ്മേളനത്തിലൂടെ CJP അവരുടെ ഭാവി പരിപാടികൾ അറിയിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് രാജേഷ് ശ്രീനിവാസനാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളുമായി RSS മേധാവി മോഹൻ ഭാഗവത് ഇന്ന് സംവദിക്കും. മുംബൈയിൽ നടക്കുന്ന പരിപാടിയിൽ 100-ലേറെ നഗരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 15-നും 19 വയസ്സിനും ഇടയിലുള്ള 2000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ഇന്റർനാഷണൽ മൂവ്മെന്റ് ടു യുണൈറ്റഡ് നേഷൻസിന്റെ 15ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ CJP സമരത്തിന്റെ വിജയത്തിന് പിന്നാലെയാണ് RSS മേധാവി വിദ്യാർത്ഥികളെ കാണുന്നത്.
KSRTC ബസ് ടിക്കറ്റുകൾ വാട്സപ്പിലൂടെ ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഇന്നു മുതൽ നിലവിൽ വരും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഗതാഗത മന്ത്രി CP ജോൺ നിർവഹിക്കും. യാത്രക്കാർക്ക് വാട്സപ്പ് ചാറ്റിലൂടെ യാത്ര ചെയ്യേണ്ട സ്ഥലം തിരഞ്ഞെടുത്ത് വളരെ എളുപ്പത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നതാണ് പദ്ധതിയുടെ സവിശേഷത. സംശയങ്ങൾക്ക് മറുപടിയും ലഭിക്കും. വിവിധ ഭാഷകൾക്ക് പുറമെ മംഗ്ലീഷ് ഭാഷയും ലഭിക്കും. മെട്രോ റെയിൽ മാതൃകയിലാണ് KSRTCയും AI അധിഷ്ഠിത ചാറ്റ്ബോട്ട് സംവിധാനം വഴി വാട്സപ്പ് ടിക്കറ്റിംഗ് ഒരുക്കുന്നത്. ഇതിനായി പ്രത്യേക വാട്സപ്പ് നമ്പറും KSRTC സജ്ജമാക്കിയിട്ടുണ്ട്. KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയറിന്റെയും നവീകരിച്ച കൊറിയർ സംവിധാനത്തിന്റെയും ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. കടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ആദിശേഖറിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രിയരഞ്ജന് ജാമ്യം അനുവദിച്ച സുപ്രീം കോടതി തീരുമാനം അതീവ ദുഃഖകരമെന്ന് പിതാവ് അരുൺകുമാർ. സർക്കാർ അഭിഭാഷകർ കേസ് ആവശ്യമായ ഗൗരവത്തോടെ പഠിച്ച് കോടതിയിൽ അവതരിപ്പിച്ചില്ലെന്ന സംശയം തനിക്കുണ്ട്. അതാണ് ജാമ്യം ലഭിക്കാൻ കാരണമായതെന്നാണ് തന്റെ വിശ്വാസമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും നേരിൽ കണ്ട് പരാതി അറിയിക്കുമെന്നും അരുൺകുമാർ പറഞ്ഞു. സർക്കാർ ശക്തമായി ഇടപെട്ടാൽ മാത്രമേ കേസ് മുന്നോട്ടു പോകാൻ കഴിയൂ. ഹൈക്കോടതിയിൽ അപ്പീൽ പരിഗണിക്കുമ്പോൾ ഈ കേസിനായി പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ്, നിയമവകുപ്പ് എന്നിവരോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ വക്കീലന്മാരാണ് നമുക്ക് വേണ്ടി ഹാജരാകുന്നത് വാദിഭാഗത്തിന് വേണ്ടി. അപ്പോൾ അവരുടെ ഒരു ഉദാസീനതയും കാര്യത്തിൽ അവർ വേണ്ട വിധത്തിൽ കേസ് പഠിച്ച് വാദിച്ചില്ല എന്നുമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഫലമായിട്ടായിരിക്കണം ജാമ്യം കിട്ടിയത് എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു സഹായം കിട്ടിയാൽ മാത്രമേ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കേസ് ഹൈക്കോടതിയിലെ വാദത്തിന് വരുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് പ്രത്യേകം ഒരു അപേക്ഷയാണ്. കേസ് ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ ഒരു പുതുതായിട്ടൊരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ ഈ കേസിന് വേണ്ടി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച CI ഷിബു സാറും വളരെ സ്തുത്യർഹമായ രീതിയിലാണ് ഈ കേസ് അന്വേഷിക്കുകയും അതിനൊരു പരിസമാപനം വളരെ പ്രശംസനീയമായ രൂപത്തിൽ ഒരു വിധി വാങ്ങിയെടുക്കുകയും ചെയ്തത്. ആ വിധിക്കാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നത്. എന്നാലും ഇതൊരു താൽക്കാലികമായൊരു വിധിയാണ്. ഇത് ജാമ്യം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഇത് അന്തിമ തീർപ്പല്ല. കേസ് അപ്പീൽ ഇനി ഹൈക്കോടതി പരിഗണിക്കും. ആ സമയത്ത് ആണ് ശരിയായ വാദം നടക്കുന്നത്.